എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെറുപഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത്. ചെറുപഴം നേരത്തെ വരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇടനേല പറിച്ചെടുക്കാൻ വഴിയിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ മരമൊന്നും കാണാനില്ല. നല്ലൊരു ടേസ്റ്റാണ്. ഇടനേലയിൽ അടയുണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല മണവുമാണ്. വഴനേല എന്നും പറയും. നല്ല ഇല നോക്കി പറിച്ചെടുത്തു. ഇനി നമുക്കത് കഴുകിയെടുക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് കൂടുതലുള്ള ഇലയെല്ലാം ഉണങ്ങി വെക്കാം. ഞാനിത് 1 വർഷം മുമ്പ് ഉണങ്ങി വെച്ചതാണിത്. വെറുതെ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, ഉണങ്ങി കവറിലാക്കി വെച്ചാൽ മതി. പച്ചയില കിട്ടാത്തപ്പോൾ ഈ ഇല ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ തന്നെ അടയുണ്ടാക്കാം. ഇടണയില, ഇത് കറുകപ്പെട്ട ഇല, ഇത് രണ്ടും ഞാനിവിടെ ഉണങ്ങി വെച്ചിരിക്കുന്നത്. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇത് 5 ചെറുപഴവും 1/4 കിലോ ശർക്കരയും ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്നതാണ്. ഏലക്കായും ജീരകവും ചേർത്ത് നേരത്തെ വരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 1 മുറി തേങ്ങയും 1 കപ്പ് അരിപ്പൊടി, ഗോതമ്പ് പൊടി എന്തെങ്കിലും മതി. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മുറി തേങ്ങ ചേർത്തു. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ള് ഉപ്പ് ചേർത്തു മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റവ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അധികം കട്ടിയിൽ കുഴക്കണ്ട. ഇനി 1 ടീസ്പൂൺ നെയ്യ്, ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഒത്തിരി കൂടുതൽ ടേസ്റ്റ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്തു. ബാക്കി ഗോതമ്പ് പൊടി കൂടി ചേർത്തതുപോലെ മിക്സ് ചെയ്യാം. മുഴുവൻ ഗോതമ്പ് പൊടിയും ചേർത്തു. ഇനി നമുക്കിത് സ്പൂണ് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുഴയത്തക്ക രീതിയിൽ കുഴച്ചെടുത്തു. ഇനി ഇതെങ്ങനെയാണ് അടയുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇടനേല ഇതുപോലെ തുമ്പറ്റത്തു നിന്ന് മടക്കിയെടുക്കുക. കുമ്പിള് പോലെ മടക്കിയെടുത്തിട്ട് മിക്സ് വെച്ച് കൊടുക്കാം. മിക്സ് നിറച്ചതിന് ശേഷം ഞെട്ടിയുടെ ഭാഗം കൊണ്ടൊന്ന് കുത്തി വെച്ചാൽ മതി. വേറെ ഈർക്കിളി ഒന്നും വേണ്ട. ഇത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. അത് ആവിയിൽ വെച്ച് 20 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തി വെച്ചാൽ മാത്രം മതി. കണ്ടോ? ഈ ബാക്കിയും ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇലയുടെ തുമ്പ് ഭാഗം ഇതുപോലെ കുമ്പിള് പോലെ മടക്കുക. മിക്സ് നിറച്ചതിന് ശേഷം ഞെട്ടി കൊണ്ടൊന്ന് കുത്തി വയ്ക്കുക. ഞെട്ടിയുടെ ഭാഗം ഒന്ന് കുത്തി വയ്ക്കുക. എത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ കുമ്പിളപ്പം. ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഇതാണ് ഒന്നുകൂടി ഒന്ന് കാണാൻ സ്റ്റൈൽ. അങ്ങനെയെല്ലാം മടക്കിയെടുത്തു. ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം. പറക്കി വെച്ച് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ആവിയൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചക്കപ്പഴം വരട്ടുന്നത് പോലെ തന്നെ വരട്ടി വെച്ചതാണ്. ചക്കപ്പഴം മാത്രമല്ല, ചെറുപഴവും നേന്ത്രപ്പഴം കൊണ്ടെല്ലാം ഇതുപോലെ കുമ്പിളപ്പം ഉണ്ടാക്കാം. ഈ 4 മണിക്ക് ചൂടൻ കുമ്പിളപ്പവും മിൻറ്റ് ലെമൺ ടീയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന്, പഴമൊക്കെ പഴുത്തു പോകുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത് ചൂട് കുമ്പിളപ്പവും മിൻറ്റ് ലെമൺ ടീയും നല്ല കോമ്പിനേഷനാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.